ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചേലക്കര എളനാടിൽ ബസ് കാത്തു നിന്നിരുന്ന സഹോദരങ്ങളെ ട്രാവലർ ഇടിച്ചു തെറിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരം. കയ്പമംഗലം കാളമുറിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. നടിയെ ആക്രമിച്ച കേസിൽ വൈകാരിക പ്രതികരണവുമായി അതിജീവിത. ആക്രമണം നടന്നപ്പോൾ പരാതിപ്പെട്ടതോ എന്റെ തെറ്റ്, ഞാൻ ഒരു സാധാരണ മനുഷ്യജീവി മാത്രമെന്നും അതിജീവിത. നവീകരണത്തിന്റെ ഭാഗമായി തൃശൂർ KSRTC റോഡ് അടച്ചിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംരക്ഷണ സമിതി ധർണ നടത്തി. ചാലക്കുടി ദേശീയപാതയിലെ കോടതി ജംഗ്ഷൻ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക്. പ്രവേശന കവാടത്തിലെ 4ഇടത്തും വീതി കുറഞ്ഞതാണ് റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരക്ക് കാരണം. ദേശസൽകൃത ബാങ്കുകളിൽ 10 വർഷത്തിലേറെ അവകാശപ്പെടാത്ത നിക്ഷേപങ്ങൾ തിരികെ നൽകുന്ന നടപടികൾക്ക് തുടക്കമായി. തൃശൂർ ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചേലക്കര എളനാട് റോഡിൽ സഹോദരങ്ങളെ ട്രാവലർ ഇടിച്ചു തെറിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരം. ചിക്കപ്പൻപടി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടമുണ്ടായത്. ചേലക്കര SMT സ്കൂളിലെ 7, 8 എന്നീ ക്ലാസുകളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ബഷീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്കൂളിലെ പരീക്ഷയ്ക്കായി പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികൾ റോഡ് മുറിച്ചു കടന്ന് ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെ ചേലക്കരയിൽ നിന്നും എളനാട് ഭാഗത്തേക്ക് അമിത വേഗതയിൽ വന്ന ട്രാവലർ വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്തിമഹ കാളൻകാവ് റോഡിൽ താമസിക്കുന്ന കുന്നത്ത് വീട്ടിൽ അലി ഹാജിറ ദമ്പതികളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവസ്ഥലത്തെത്തിയ ചേലക്കര പോലീസ് അപകടമുണ്ടാക്കിയ ട്രാവലർ കസ്റ്റഡിയിലെടുത്തു. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. 2 ബൈക്കുകളും കാറുമാണ് കൂട്ടിയിടിച്ചത്. മുന്നിൽ പോയിരുന്ന ബൈക്കുകൾ കൂട്ടിയിടിച്ചപ്പോൾ നിയന്ത്രണം തെറ്റിയ അയ്യപ്പ ഭക്തരുടെ കാർ ബൈക്കിലും മറ്റൊരു കാറിലും തട്ടി കാനയിലേക്ക് മറിയുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരായ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് സലീം, ഭാര്യ സീനത്ത്, വലപ്പാട് സ്വദേശി മുഹമ്മദ് സാബിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതി മാർട്ടിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി അതിജീവിത. സോഷ്യൽ മീഡിയയിലാണ് കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് അതിജീവിതയുടെ കുറിപ്പിൽ പറയുന്നു. ഒരു ആക്രമണം നടന്നപ്പോൾ ഉടൻ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്നും സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ഒന്നും പറയാതെ ഇരിക്കണമായിരുന്നുവെന്നും അതിജീവിത കുറിച്ചു. ഇരയല്ല, അതിജീവിതയുമല്ല, ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. ജീവിക്കാൻ അനുവദിക്കൂ എന്ന് എഴുതിയാണ് അവർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.
UDFിന്റെ നേതൃത്വത്തിലുള്ള പുതിയ കോർപ്പറേഷൻ ഭരണസമിതി അധികാരമേറ്റ ഉടൻ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ അടയ്ക്കുന്ന മൊബൈൽ യൂണിറ്റ് തുടങ്ങുമെന്ന് നിയുക്ത കൌൺസിലർ ലാലി ജെയിംസ് പറഞ്ഞു. തൃശൂർ KSRTC റോഡിലെ കട്ടവിരിക്കൽ ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ലാലി ജെയിംസ്. റോഡുകളുടെ ഗുണനിലവാരം സംബന്ധിച്ച് പരിശോധനയോ മോണിറ്ററിംഗോ കഴിഞ്ഞ 10 വർഷമായി നടക്കുന്നില്ലെന്നും ഈ ഭരണസമിതി ചുമതലയേറ്റാലുടൻ KSRTC റോഡിന്റെ നിർമ്മാണത്തിൽ ശക്തമായി ഇടപെടുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് സജീവൻ നടത്തറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സുരേഷ് കെ കരുണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജീവ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷീല ഹരിദാസ്, ജില്ലാ ട്രഷറർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷൻ അധികൃതരുടെ അനാസ്ഥ മൂലം 160 മീറ്റർ കട്ടവിരിക്കൽ 2 മാസം പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങുന്നത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പാച്ച് വർക്ക് പോലും നമുക്ക് കിട്ടുന്നത്. കോൺട്രാക്ടർമാരുടെ ഇഷ്ടത്തിന് അത് പണിത് ചാലക്കുടി ദേശീയപാതയിലെ കോടതി ജംഗ്ഷൻ അടിപ്പാതയിൽ ഗതാഗത കുരുക്ക്. പ്രവേശന കവാടത്തിലെ 4 വീതി കുറഞ്ഞതാണ് റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരക്ക് കാരണം. തിരക്കേറിയ ട്രാംവേ റോഡിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ അടിപ്പാതയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിത്യസംഭവമായി മാറി. നീളം കൂടിയ വാഹനങ്ങൾ ക്രസന്റ് സ്കൂൾ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് തിരിയുമ്പോഴുള്ള തടസ്സമാണ് മിക്കവാറും സ്തംഭനത്തിനിടയാക്കുന്നത്. ഇവിടെ സർവീസ് റോഡിന് തീരെ വീതിയില്ല. വലിയ വാഹനങ്ങൾ തിരിയാൻ കൂടുതൽ സമയം വേണ്ടിവരുന്നു. ഇതിനിടെ റെയിൽവേ സ്റ്റേഷൻ റോഡ്, സൗത്ത് ജംഗ്ഷൻ സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും അടിപ്പാത താണ്ടാനാകാതെ കുരുക്കിലാവുകയും ചെയ്യുന്നു. പടിഞ്ഞാറ് ദിശയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ സർവീസ് റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തും വീതിയില്ല. രാവിലെയും വൈകിട്ടും സ്കൂൾ വാഹനങ്ങൾ വരുമ്പോൾ ഗതാഗത സ്തംഭനം ഇരട്ടിയാകും. ആംബുലൻസുകളും അടിപ്പാതയിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം രോഗിയുമായി സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിനെ നാട്ടുകാരാണ് ഗതാഗതം നിയന്ത്രിച്ച് കടത്തിവിട്ടത്. അടിപ്പാത തുറന്നു കൊടുക്കുമ്പോൾ ഇരുഭാഗത്തും കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തി സർവീസ് റോഡുകളുടെ വീതി കൂട്ടുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. പക്ഷേ ഇതുവരെയും ഇത് നടപ്പാക്കിയില്ലെന്ന് മാത്രം. TCV ന്യൂസ്, ചാലക്കുടി. ജില്ലയിലെ ദേശസൽകൃത ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമായി 10 വർഷത്തിലേറെയായി അവകാശപ്പെടാത്ത നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ക്യാമ്പയിന്റെ ജില്ലാതല മെഗാ ക്യാമ്പ് തൃശൂരിൽ നടന്നു. ധനകാര്യ സേവന വകുപ്പ്, RBI, IRTAI, SEBI, PF, RDA, IEPFA എന്നിവയുമായി ചേർന്ന് തൃശൂർ കുറുപ്പം റോഡിലുള്ള കേരള ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ നിർവഹിച്ചു. RBI ജനറൽ മാനേജർ PK മുഹമ്മദ് സാജിദ് അധ്യക്ഷത വഹിച്ചു. SLBC കേരള ജനറൽ മാനേജർ KS പ്രദീപ്, ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ EK അജയ്, നബാർഡ് DGM സെബിൻ ആന്റണി, TK ശ്രീകാന്ത്, MR മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ബാങ്കുകളിൽ അവകാശങ്ങളില്ലാതെ കിടക്കുന്നത് 241.27 കോടി രൂപയോളമാണ്. ക്യാമ്പിൽ ബാങ്കുകൾ, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ട് സ്ഥാപനങ്ങളുടെ സഹായ കൗണ്ടറുകളും ഒരുക്കിയിരുന്നു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള സംഗീതോത്സവത്തിന് തുടക്കമായി. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ചേപ്പാട് AE വാമനൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. 29-ന് പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും. ഏകാദശി സംഗീതോത്സവത്തിൽ 1000-ലധികം സംഗീത വിദ്യാർത്ഥികളും 100-ലധികം സംഗീതജ്ഞരും ആചാര്യന്മാരും പങ്കെടുക്കും. തിരുവമ്പാടി തട്ടകത്തെ വിവിധ സംഘടനകളും പുരാതന കുടുംബങ്ങളും നടത്തുന്ന ഏകാദശി വിളക്കുകളും ഇതിനോടനുബന്ധിച്ച് നടക്കും. രാവിലെ നടന്ന ഉഷാ ശീവേലിക്ക് ചെറുശ്ശേരി ആനന്ദിന്റെ പഞ്ചാരി മേളം അരങ്ങേറി. ഈ മാസം 30-നാണ് തിരുവമ്പാടി വൈകുണ്ഠ ഏകാദശി. ജാതിമത ഭേദമില്ലാതെ ഏവർക്കും വേദപഠനം പ്രാപ്തമാക്കാൻ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് വേദപാഠശാല നിർമ്മിക്കുക എന്ന അന്യോന്യ പരിഷത്തിന്റെ സ്വപ്നത്തിന് നാട്ടുകാരുടെ പച്ചക്കൊടി. 4 ദിവസം കൊണ്ട് സമാഹരിച്ചത് 40 ലക്ഷം രൂപ.
വേദപാഠശാല നിർമ്മാണത്തിന്റെ ആദ്യപടിയായി ക്ഷേത്രത്തിനോട് ചേർന്ന് 45 സെന്റ് ഭൂമി വാങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. കടവല്ലൂർ സ്വദേശികളായ 32 പേർ 1 ലക്ഷം രൂപ വീതം നൽകും. ഭൂമി അന്യോന്യ പരീക്ഷത്തിന് കുറഞ്ഞ തുകയ്ക്ക് നൽകാൻ ഉടമയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വേദം നിലനിൽക്കുക, ആ വേദം നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഉപാധികൾ ഉണ്ടാവണം. ആ ഉപാധികളോട് കൂടിയിട്ട് പുതിയ തലമുറയിലേക്ക് ഈ വേദത്തിൻ്റെ ശബ്ദം, അതിൻ്റെ ഉദാത്ത അനുദാത്ത സ്വരിത പ്രചയങ്ങളൊക്കെ തന്നെ തെറ്റാതെ കണ്ട് എല്ലാവരിലേക്കും എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഒരു മോഹം കുറെ കാലമായിട്ട് അന്യോന്യ പരിഷത്തിനുണ്ട്. ആധികാരികമായി ഋഗ്വേദം അഭ്യസിപ്പിക്കുന്ന ഒരേയൊരു കേന്ദ്രം കേരളത്തിൽ ഇപ്പോഴുള്ളത് തൃശൂർ ബ്രഹ്മസ്വം മഠമാണ്. തിരുനാവായിയിൽ പ്രവർത്തിച്ചിരുന്ന വേദപാഠശാല 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. പാഠശാല നിർമ്മിക്കാൻ ഭൂമി ലഭിക്കുമെന്ന് ഉറപ്പായെങ്കിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവൃത്തികൾക്ക് പണം കണ്ടെത്തുക പരിഷത്തിന് കടുത്ത വെല്ലുവിളിയാകും. വേദവിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യമടക്കം കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് അന്യോന്യ പരിഷത്ത് വിഭാവനം ചെയ്യുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയായ ചന്ദ്രാപ്പിനി സ്വദേശി വല്ലോറ വീട്ടിൽ ശ്രീജിത്തിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എടമുട്ടം സ്വദേശി പള്ളിപ്പറമ്പിൽ അസ്ഫറിനെ ആക്രമിച്ച കേസിലാണ് നടപടി. വലപ്പാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കണ്ടശാം കടവ് മാർക്കറ്റിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശ്ശേരി സ്വദേശി മടശ്ശേരി വീട്ടിൽ ജിനോയെ ആക്രമിച്ച കേസിലാണ് നടപടി. കണ്ടശാം കടവ് സ്വദേശി വന്നേരി വീട്ടിൽ ആദർശ്, ആറാങ്കല്ല് സ്വദേശി തച്ചമ്പിള്ളി വീട്ടിൽ പ്രതു എന്നിവരെയാണ് അറസ്റ്റിലായത്. അന്തിക്കാട് SI അഫ്സലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് നാളെ നടക്കും. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ രാവിലെ 11-ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12-ന് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ സംസ്ഥാന കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ അവാർഡ് പ്രഖ്യാപനവും നടക്കും. വെട്ടുകാട് ചെറുകുന്നിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി റോഡിലേക്ക് വീണു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ് റോഡിലേക്ക് വീണത്. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ KSEBയുടെ ടേൺ കീ തൊഴിൽ സമ്പ്രദായത്തിനെതിരെ ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU രംഗത്ത്. കരാർ തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും അവഗണിക്കുന്നതും ടേൺ കീ കമ്പനികൾക്ക് ലാഭം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ രീതിയിലുമാണ് കേന്ദ്ര സർക്കാർ ഈ സമ്പ്രദായം വ്യവസ്ഥ ചെയ്തിരിക്കുന്നതെന്നാണ് ആക്ഷേപം. ആവശ്യമായ പ്രവൃത്തി പരിചയമോ പ്രാദേശിക ഭാഷാ പരിജ്ഞാനമോ ഇല്ലാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് ടേൺ കീ കമ്പനികൾക്ക് അപകടകരമായ വൈദ്യുതി മേഖലയിൽ ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇതോടെ തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ RDSS വർക്കുകൾ ടേൺ കീ അടിസ്ഥാനത്തിൽ നൽകുന്നത് കരാർ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുകയാണ്. ഈ നിലപാടിൽ നിന്നും KSEB പിന്മാറണമെന്നും നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകണമെന്നും സംഘടനാ ബോർഡ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ അറിയിച്ചു. അഴീക്കോട് മുനയ്ക്കൽ മുസരീസ് ഡോൾഫിൻ ബീച്ചിൽ ഡിസംബർ 20 മുതൽ 31 വരെ ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കും. 20-ന് രാവിലെ സംഘാടക സമിതി ചെയർമാൻ E.T. ടൈസൺ മാസ്റ്റർ MLA കൊടിയുയർത്തുന്നതോടുകൂടി
തീരോത്സവത്തിന് ആരംഭം കുറിക്കും. വൈകിട്ട് നടക്കുന്ന ഘോഷയാത്ര ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. തുടർന്നുള്ള 11 ദിവസം 2 വേദികളിലായി പരിപാടികൾ ഉണ്ടാകും. സംഘാടക സമിതി ജനറൽ കൺവീനർ KP രാജൻ, ട്രഷറർ സെറീന അലി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CA നസീർ, അഷ്റഫ് പൂവത്തിങ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനകീയ അംഗീകാരത്തിന്റെ തിളക്കവുമായി തദ്ദേശ ജനപ്രതിനിധികൾ മനസ്സ് തുറക്കുന്നു. മെമ്പർ സ്പീക്കിംഗ്. ചേറൂരിന്റെ മനമറിഞ്ഞ് ജനങ്ങളിൽ ഒരുവളായി വിജയം കൈവരിച്ചതാണ് അഡ്വക്കേറ്റ് വില്ലി ജിജോ. ചേറൂരിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും വരാനിരിക്കുന്ന പദ്ധതികളുമാണ് വില്ലി ജിജോ TCVയുമായി പങ്കുവയ്ക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിശ്വാസം നേടി വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയെന്ന് കണ്ടുനോക്കാം. 9ാം ഡിവിഷൻ ചേറൂരിൽ വിജയിച്ച അഡ്വക്കേറ്റ് വില്ലി ജിജോയാണ് എൻ്റെ ഒപ്പമുള്ളത്. ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിജയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് വിജയം നൽകിയ ഈശ്വരനോടും അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് എനിക്ക് വോട്ട് തന്ന് എന്നെ ജയിപ്പിച്ച എൻ്റെ ചേറൂർ ഡിവിഷനിലെ എല്ലാ കുടുംബത്തിലെ അംഗങ്ങളോടാണ്. കാരണം അവർ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് അവരുടെ കൗൺസിലർ എന്ന നിലയിൽ എന്നോട് കാണിച്ച സ്നേഹം, ആ കരുതൽ അവർ വോട്ടിലൂടെ എനിക്ക് നൽകി ഒരു മിന്നും വിജയം തന്നെ അവർ തന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നല്ലോ, അതിൽ നിന്ന് ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വ്യത്യാസം? ശരിക്കും അതൊരു ഉപകാരമായിരുന്നോ അതോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? സാമൂഹ്യ പ്രവർത്തനം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് ജോലി ചെയ്തിരുന്ന ആ അനുഭവം അത് തീർച്ചയായും എൻ്റെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനം ഞാൻ അധ്യാപികയായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫാമിലി കൗൺസിലറായിട്ട് ജോലി ചെയ്തിരുന്നു. അന്ന് കിട്ടിയ അനുഭവങ്ങളിലൂടെ നമ്മളത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങുമ്പോൾ അതൊരു ഫീൽഡാണ്, നമുക്കൊരു ഫീൽഡ് എക്സ്പീരിയൻസ് ആണ്. ആ ഫീൽഡ് എക്സ്പീരിയൻസ് നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുടെ അടുത്ത് എങ്ങനെയാണ് ഒരു റാപ്പോ ബിൽഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഈ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്തിരുന്ന സമയത്തും പഠനകാലത്തും ലഭിച്ച അറിവുകളിൽ നിന്ന് അത് എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മേയർ ലിസ്റ്റിലേക്കും 2ാം ഘട്ടത്തിലേക്ക് ഒരു ലിസ്റ്റിൽ മാഡത്തിൻ്റെ പേരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ്, അതിലെത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? ഞാനത് എനിക്കതിൽ പ്രതീക്ഷ എന്നുള്ളത് ഞാൻ അർപ്പിക്കുന്നില്ല. കാരണം മേയർ എന്ന പോസ്റ്റിലേക്ക് ആരാണ് അങ്ങനെ അതിലേക്ക് കൊണ്ടുവന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന്. അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അതിലേക്ക് വരുമ്പോൾ ഞാനല്ല അതിൽ തീരുമാനമെടുക്കുന്നതും എനിക്കതിനോട് ഒരു ഡിമാൻഡിങ്ങും ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും പാർട്ടി അത്തരത്തിൽ ഒരു അവസരം തരികയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടാവും. ജനവിശ്വാസത്തിൻ്റെ ബലത്തിൽ അധികാരത്തിലെത്തിയ കൗൺസിലർമാർക്ക് തങ്ങളുടെ വികസന ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണ് ഇനി വേണ്ടത്. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. വീട്ടുജോലിക്കാരിയുടെയും ആശാവർക്കറുടെയും വേഷത്തിൽ നിന്ന് സുഭാഷിണി രാജീവ് മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാരഥിയായി മാറുന്നു. പൊയ്യ ഡിവിഷനിൽ നിന്ന് വിജയിച്ച് താണിക്കാട് സ്വദേശി പള്ളിക്കൂട്ടം വീട്ടിൽ സുഭാഷിണി രാജീവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിക്കാൻ ഇനി തീരുമാനമൊന്നും ആവശ്യമില്ല. പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വിഭാഗം വനിതാ സംവരണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ വേറെയാരും വിജയിച്ചിട്ടില്ല. കുടുംബത്തിലെ സാമ്പത്തിക പ്രയാസം കാരണം കരിങ്കല്ല് പണിക്കാരനായ ഭർത്താവിനൊപ്പം ചുമടെടുക്കാൻ പോയ 4 വർഷം ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമായിരുന്നുവെന്ന് സുഭാഷിണി രാജീവ് പറഞ്ഞു. 2010 ആശാ വർക്കറായി ജോലി തുടങ്ങുന്നത്. അപ്പോഴും ആഴ്ചയിൽ 2 ദിവസം വീട്ടുജോലിക്ക് പോകുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. ആൾക്ക് കരിങ്കല്ല് പണിയാണ്. അപ്പൊ ആളുടെ കൂടെ ഞാൻ കരിങ്കല്ല് വെക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ആശാ വർക്കറായി വന്നതിന് ശേഷം പിന്നെ നമ്മള് അങ്ങനെ ആശായുടെ ഡ്യൂട്ടികൾ കൂടിയപ്പോൾ പിന്നെ നമ്മൾ ആശയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ CDSലൊക്കെ ഞാൻ 10 വർഷം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പൊയ്യ ഡിവിഷൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം LDF ഭരിച്ച് ജയിച്ച ഒരു ഡിവിഷനാണ് പൊയ്യ. ആ ഡിവിഷനാണ് ഞാൻ ഈ പ്രാവശ്യം എൻ്റെ പാർട്ടി ഞാനും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2007 ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 50,000 രൂപയ്ക്കൊപ്പം സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത 2.5 ലക്ഷം രൂപയും ചേർത്താണ് വീട് നിർമ്മിച്ചത്. ഇപ്പോഴും വീടിന്റെ പണികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും
ബാങ്കിലെ ബാധ്യത കുതിച്ചുയർന്ന് 6 ലക്ഷത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും ആധാരം പണയത്തിലാണ്. 25 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ് 47-കാരിയായ സുഭാഷിണി. അച്ഛനും അമ്മയും ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരാണ്. TCV ന്യൂസ്, മാള. നാരീശക്തിയിൽ തിളങ്ങി തിരുവില്ലാമല. തൃശൂർ ജില്ലയിൽ BJP ഭരണം പിടിച്ച ഏക പഞ്ചായത്തായ തിരുവില്ലാമലയിലെ 10 BJP മെമ്പർമാരിൽ 9 പേരും വനിതകളാണ്. 3-ാം വാർഡിൽ രശ്മി രഞ്ജിത്ത്, 4-ാം വാർഡിൽ ഷീല പണിക്കർ, വാർഡ് 9-ൽ സൗമ്യ സുരേഷ്, 10-ൽ മോനിഷ സുജിത്, വാർഡ് 11-ൽ പത്മിനി, 14-ൽ സജിത സുരേഷ്, 15-ൽ ബേബി രജിത, വാർഡ് 17-ൽ ഉഷ രാംകുമാർ, 18-ൽ രജിത ആറുമുഖൻ തുടങ്ങിയവരാണ് പഞ്ചായത്തിലെ വനിതാ രത്നങ്ങൾ. വിജയിച്ച ഏക പുരുഷൻ 19-ാം വാർഡിൽ നിന്നും വിജയിച്ച കൃഷ്ണപ്രസാദാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ ആയതിനാൽ കൃഷ്ണപ്രസാദിനാണ് സാധ്യത. എന്നാൽ കൃഷ്ണപ്രസാദിന്റെ ആദ്യ വിജയമായതിനാൽ മുമ്പ് 2 തവണ മെമ്പറായിട്ടുള്ള ഷീല പണിക്കരെയും കഴിഞ്ഞ തവണ മെമ്പറായിരുന്ന ബേബി രജിതയെയും പരിഗണിച്ചേക്കുമെന്നും സൂചനയുണ്ട്. TCV ന്യൂസ്, തിരുവില്ലാമല. ചാവക്കാട് നഗരസഭാ ചെയർമാൻ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം AH അക്ബറിന് സാധ്യത. 3-ാം തവണയാണ് ചാവക്കാട് ടൗൺ വാർഡിൽ നിന്ന് കൌൺസിലർ ആവുന്നത്. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, സെക്യൂരിറ്റി ഹൌസ് കീപ്പിംഗ് CITU സംസ്ഥാന കമ്മിറ്റി അംഗം, ചാവക്കാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച അദ്ദേഹം ചാവക്കാട്ടെ മുതിർന്ന CPM നേതാക്കളിൽ ഒരാളാണ്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി RK നൌഷാദിനെ 111 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം സെക്രട്ടറി VM മനാഫിനാണ് സാധ്യത. കടപ്പുറം പഞ്ചായത്ത് 14-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുത്ത അംഗമാണ്. 2-ാം തവണയാണ് അദ്ദേഹം പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ്, MSF ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI നേതാവ് PH മെഹറൂഫിനെ 200-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PM താഹിറിനെയാണ് പരിഗണിക്കുന്നത്. ഒരുമനയൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുത്ത അംഗമാണ് താഹിർ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, KSU ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. നിലവിലെ പഞ്ചായത്ത് അംഗം ബിന്ദു ചന്ദ്രനെ 200-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. TCV ന്യൂസ്, ചാവക്കാട്. കൊണ്ടാഴി പഞ്ചായത്തിൽ സ്വതന്ത്രനായി വിജയിച്ച് PR വിശ്വനാഥന്റെ നിലപാട് നിർണായകമാകും. പഞ്ചായത്തിലെ 16 വാർഡുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ LDF 7 സീറ്റുകൾ നേടി വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇരുപക്ഷത്തിന് ഭരണമുറപ്പിക്കാൻ വിശ്വനാഥനെ കൂടെ കൂട്ടേണ്ട സാഹചര്യമാണുള്ളത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPI മണ്ഡലം കമ്മിറ്റി അംഗവുമായിരുന്ന വിശ്വനാഥനെ CPI സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന് ഫലപ്രഖ്യാപനം വന്നയുടൻ PR വിശ്വനാഥൻ പ്രഖ്യാപിച്ചിരുന്നു. ദേശീയ മനുഷ്യാവകാശ സമിതി തൃശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അബ്രഹാം കുള അധ്യക്ഷത വഹിച്ചു. നാഷണൽ കോർഡിനേറ്റർ ജോർജ് തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വർഗീസ് അത്താണി, ദേശീയ നേതാക്കളായ KA ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, സംസ്ഥാന നേതാക്കളായ PV രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ചിന്മയ മിഷന്റെ ആഭിമുഖ്യത്തിൽ 1000-ഓളം പേരുടെ സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണവും ഹനുമാൻ ചാലീസ് ജപവും നടത്തി. ചിന്മയ മിഷന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സ്വാമി അഭയാനന്ദ സരസ്വതി ബ്രഹ്മചാരി സുദർജി, ബ്രഹ്മചാരി സുധീഷ് ജി എന്നിവർ പാരായണത്തിന് നേതൃത്വം നൽകി. ചിന്മയ മിഷൻ ഗുരുവായൂർ പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ, സെക്രട്ടറി C സജിത് കുമാർ, ട്രഷറർ ഡോക്ടർ സുരേഷ് നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ചർച്ച് വെൽഫെയർ സൊസൈറ്റിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി നടത്തുന്ന ആഘോഷ പരിപാടികൾ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് പനംകുളം, ഭാരവാഹികളായ PK ഗബ്രിയേൽ, ജാൻസി ജെയ്സൺ, ഡെയ്സി ജേക്കബ്, ജോഫി ജോസ്, MV ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പുതിയ കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്വരം വേദിയാകും. ഞായറാഴ്ച രാവിലെയാണ് 46 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. ഇതാദ്യമായാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്വരത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. കൌൺസിലറിലെ സീനിയർ PN രാമദാസിന് റിട്ടേണിംഗ് ഓഫീസർ വിനോദ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തുടർന്ന് PN രാമദാസാകും മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കരിപ്പൂരാദി കലശത്തിന് പരിസമാപ്തിയായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കർപ്പൂരാദി കലശ ചടങ്ങുകൾ നടന്നത്. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് മഹാദേവന് കലശം അഭിഷേകം ചെയ്തത്. മായന്നൂർ ജവഹർ നവോദയ വിദ്യാലയത്തിന്റെ 38ാമത് വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേശൻ വിശ്വനാഥ്, VL ബാലു സുബ്രഹ്മണ്യൻ, പ്രൊഫസർ K ഗോപാലകൃഷ്ണൻ, CB ജോർജ് എന്നിവർ സംസാരിച്ചു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യകലാകാരൻ കൊടകര സജി അനുസ്മരണം സംഘടിപ്പിച്ചു. PM നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന വാദ്യകലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ സജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു. സെക്രട്ടറി കൊടകര വിജിൽ, ട്രഷറർ അരുൺ പാലഴി, രാജു വാര്യർ, സുകുമാരൻ കീനൂർ, AR സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. ആംഗലേയ നോവലിസ്റ്റ് ജെയിൻ ഓസ്റ്റിന്റെ 250ാം ജന്മവാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കുട്ടനെല്ലൂർ ശ്രീ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ വൈക്കം മുഹമ്മദ് ബഷീർ ചെയറും സംയുക്തമായി ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. പ്രൊഫസർ ഡോക്ടർ KM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KP വിജയൻ അധ്യക്ഷത വഹിച്ചു. സെമിനാറിന്റെ വിഷയാവതരണ ചെയർ കോർഡിനേറ്റർ ഡോക്ടർ ഹരികുമാർ ചങ്ങമ്പുഴ നിർവഹിച്ചു. IQAC കോർഡിനേറ്റർ ഡോക്ടർ PC ഷീജ, സെമിനാർ കോർഡിനേറ്റർ ലക്ഷ്മി G മേനോൻ, കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സോണിയ ജെയിംസ്, ജെയിൻ ഓസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനെല്ലൂർ റീജൻസി ക്ലബ് സ്ഥാപകാംഗങ്ങളെ ആദരിച്ചു. ക്ലബ് വൈസ് പ്രസിഡന്റ് MV ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഡോക്ടർ VN സണ്ണി, സെക്രട്ടറി ജീൻസ് പോൾ, PG വേണു തുടങ്ങിയവർ സംസാരിച്ചു. കഥകളിയിലെ നടനവിസ്മയം തിച്ചൂർ കറ്റശ്ശേരി സദനം രാമകുട്ടി നായർ 80ന്റെ നിറവിൽ. ആശാന്റെ ജന്മദിനം ആഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിച്ചൂർ ഗ്രാമം. കറ്റശ്ശേരി ജാനകി അമ്മയുടെയും പുതുമന അച്യുതൻ നായരുടെയും മകനായി 1946 രാമൻകുട്ടി നായരുടെ ജനനം. പ്രശസ്ത കഥകളി ഭാഗവതരായ പിതാവ് അച്യുതൻ നായരിൽ നിന്നും അമ്മാവനായ കഥകളി ആശാൻ കറ്റശ്ശേരി രാമൻകുട്ടി നായരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച സർഗശേഷിയാണ് കുട്ടിക്കാലത്ത് തന്നെ കഥകളിയിലേക്ക് അടുപ്പിച്ചത്. പള്ളിപ്പാടം എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം 12ാമത്തെ വയസ്സിൽ പേരൂർ ഗാന്ധി സേവാ സദനം അക്കാദമിയിൽ ചേർന്ന് തേക്കിൻകാട്ടിൽ രാവുണ്ണി നായർ ആശാന്റെ കീഴിൽ കഥകളി പഠനം ആരംഭിച്ചു. 2 വർഷത്തിനു ശേഷം പത്മശ്രീ കീഴ്പ്പാടം കുമാരൻ നായരുടെ കീഴിൽ അഭ്യാസം പൂർത്തിയാക്കി. 1971-72 കാലയളവിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സ്കോളർഷിപ്പോടെ കേരള കലാമണ്ഡലത്തിൽ 2 വർഷം പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ കീഴിൽ പഠനം നടത്തി. ഇതിനുശേഷം ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെ പ്രിൻസിപ്പലായി ചുമതലയേറ്റു. 1980 മുതൽ 2011 വരെ കണ്ണൂർ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കഥകളി വിദ്യാലയത്തിൽ പ്രിൻസിപ്പലായി ജോലി ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ നടത്തിയ ആട്ടക്കഥയിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പച്ച, കത്തി, വെള്ളത്താടി എന്നിവയായിരുന്നു കൂടുതലും ചെയ്ത വേഷങ്ങൾ. ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽക്കാണ് കഥകളി അഭ്യാസം തുടങ്ങിയത്. എൻ്റെ കുടുംബം ആദ്യകാലം മുതൽക്കേ ഒരു കഥകളി പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ കഥകളി പഠിക്കാൻ പേരൂർ ഗാന്ധി സേവാ സദനത്തിൽ തേക്കിൻകാട്ടിൽ രാവുണ്ണി നായർ ആശാന്റെ കീഴിലാണ് അഭ്യാസം തുടങ്ങിയത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കൊട്ടുംപുറത്ത് നിന്ന് വീരശൃംഖല കിട്ടിയിട്ടുണ്ട്. ചിറക്കിൽ കോവിലകം വക പട്ടും വളയും നാട്യാചാര്യ ബഹുമതിയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി പുരസ്കാരം, ചിറക്കൽ കോവിലകത്ത് നിന്ന് ലഭിച്ച പട്ടും വളയും നാട്യാചാര്യ പദവിയും
ചെറുകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് സുവർണമുദ്ര, തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച വീരശൃംഖല, സംസ്ഥാന ക്ഷേത്രകലാ അവാർഡ്, ശ്രീ മുകുന്ദരാജ സ്മൃതി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആശാനായും മികച്ച വേഷക്കാരനായും നിറഞ്ഞാടിയ സദനൻ രാമൻകുട്ടി നായരുടെ 80ാം പിറന്നാൾ ഈ മാസം 28-ന് തിച്ചൂർ ഗ്രാമം ആഘോഷിക്കും. TCV ന്യൂസ്, എരുമപ്പെട്ടി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ മാജിക് FC ഇന്ന് ഫൈനൽ പോരാട്ടത്തിനിറങ്ങും. കണ്ണൂർ വാരിയേഴ്സാണ് എതിരാളികൾ. കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6-നാണ് കിക്ക് ഓഫ്. ടൂർണമെന്റിലുടനീളം ആധികാരിക പ്രകടനം പുറത്തെടുത്ത് കലാശക്കളിക്ക് യോഗ്യത നേടിയ തൃശൂർ ടീം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സെമിയിൽ കരുത്തായ മലപ്പുറം FCയെ 1-3 ഗോളുകൾക്ക് മറികടന്നാണ് തൃശൂർ ഫൈനലിന് ടിക്കറ്റ് എടുത്തത്. ഹോം ഗ്രൗണ്ടിന്റെ മുൻതൂക്കമാണ് കണ്ണൂരിന്റെ ആത്മവിശ്വാസം. സെമിയിൽ കാലിക്കറ്റ് FCയെ 1 ഗോളിനാണ് കണ്ണൂർ വീഴ്ത്തിയത്. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി റെയിൽവേ ഉന്നതിയിലെ അങ്കനവാടിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഡിവിഷൻ കൌൺസിലറായ SAA ആസാദ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പുതിയ കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട VS സതീദേവി മുഖ്യാതിഥിയായി. ക്ലബ് സെക്രട്ടറി ലയൺ K മണികണ്ഠൻ, ഗാഞ്ചി ലയൺ KV വത്സകുമാർ, ക്ലബ് ഡയറക്ടർ ലയൺ KP രാജീവ്, ആശാ വർക്കർ CJ ബിന്ദു, അങ്കനവാടി ഹെൽപ്പർ TK ഗീത എന്നിവർ സംസാരിച്ചു. പറവട്ടാനി മാർ അദായ് സ്ലിഹ പള്ളി മെൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് വചനപ്രഘോഷണം സംഘടിപ്പിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 6:15-ന് ഗാനശുശ്രൂഷയോടുകൂടെ വചനപ്രഘോഷണം ആരംഭിക്കും. മെൻസ് അസോസിയേഷൻ കേന്ദ്ര പ്രസിഡന്റ് സിൻഡോ ജോസ് ഉദ്ഘാടനം ചെയ്യും. തിരഞ്ഞെടുപ്പ് ജോലി അധ്യാപകന് സമ്മാനിച്ചത് ബെൽസ് പ്ലാസി എന്ന രോഗദുരിതം. തിരുവിലാമഴ പലമ്പാലക്കോട് SMM ഹൈസ്കൂൾ മലയാളം അധ്യാപകൻ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് രോഗബാധിതനായി ചികിത്സയിലായത്. പെരുമാട്ടി പഞ്ചായത്തിലെ 6-ാം വാർഡിലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിരുന്നു സംഗീത്. അങ്കനവാടിയിലെ ഇടുങ്ങിയ മുറിക്ക് പുറത്ത് കൊടും തണുപ്പിൽ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾക്ക് കാവലിരുന്നപ്പോൾ അതിശൈത്യം ബാധിച്ചത് തലച്ചോറിൽ നിന്നും മുഖത്തേക്കുള്ള ഞരമ്പുകൾക്ക് നീരു ബാധിച്ച് മസിലുകൾ പ്രവർത്തനം നിലച്ചു. ഇതോടെ തിരഞ്ഞെടുപ്പ് ജോലി പൂർത്തിയാക്കി വീടെത്തും മുൻപ് തന്നെ അവശനായി ആശുപത്രിവാസം തേടേണ്ടിയും വന്നു. 2 ആഴ്ച പൂർണ്ണ വിശ്രമം ആണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം മുഖത്തെ മസിലുകൾ ശക്തിപ്പെടുത്തുവാൻ ഫിസിയോതെറാപ്പിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംഗീത് പരാതി നൽകിയിട്ടുണ്ട്. കവി കൂടിയായ സംഗീതാണ് പാലക്കാട് ജില്ലാ കലോത്സവത്തിന്റെ സ്വാഗതഗാനം രചിച്ചത്. 10ാം ക്ലാസ് കുട്ടികളുടെ പഠന പുരോഗതിക്കായി ജില്ലാ പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും നടപ്പിലാക്കിയിരിക്കുന്ന വിജയശ്രീ പദ്ധതിയുടെ ആലത്തൂർ സബ് ജില്ലാ കോർഡിനേറ്ററും സംഗീത് രവീന്ദ്രനായിരുന്നു. TCV ന്യൂസ്, തിരുവില്ലാമല. ചാമക്കല നഹ്ജൂർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ സമ്മേളനം നടത്തി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചാൻസലർ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. VS അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. ചാമക്കല മഹൽ ഖാളി മുഹമ്മദ് കോയ തങ്ങൾ, ജമലുൽ മജ്ലി സുന്നർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി. സ്വാലിക് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. നഹ്ജൂർ റഷാദ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ, MP സുലൈമാൻ ബുഖാരി എന്നിവർ സംസാരിച്ചു. സമൂഹം വിജ്ഞാനത്തെ ഏറെ കൊതിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 170ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. വാർത്താസമ്മേളനത്തിൽ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ ഭവൻ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. നെല്ലങ്കര അംബേദ്കർ സ്ക്വയർ സമീപം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിക്കും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി VR സുകുമാർ, ജില്ലാ ട്രഷറർ AC ജോണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്ട്
18 ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ ട്രേഡ് ഫെയർ ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിലാണ് ട്രേഡ് ഫെയർ നടക്കുക. 100-ലധികം സ്റ്റാളുകൾ പങ്കെടുക്കും. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ടി ജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജോൺ നിതിൻ, തോമസ്, രാധിക ജയകൃഷ്ണൻ, നിർമ്മല മുരളീധരൻ, കനക പ്രതാപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ കൊടിയേറ്റം നടത്തി. ഈ മാസം 28, 27, 28 തീയതികളിലാണ് തിരുനാൾ. വികാരി ഫാദർ ഡോക്ടർ ജോൺ മൂലൻ, ജനറൽ കൺവീനർ ടി.വി. ജോയ്സൺ, പബ്ലിസിറ്റി കൺവീനർ പി.എ. ഡേവിസ്, ട്രസ്റ്റിമാരായ ടി.എ. തോമസ്, പി.എ. ജോസ്, ജെയ്സൺ തട്ടിൽ എന്നിവർ നേതൃത്വം നൽകും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ദേവസ്ഥാന ഉത്സവവും ദക്ഷിണമൂർത്തി സംഗീതോത്സവവും 20-ന് ആരംഭിക്കും. വൈകിട്ട് 7-ന് ദേവസ്ഥാനോത്സവത്തിന് കൊടിയേറും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവം 28-ന് സമാപിക്കും. ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പാൾ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിജയദിനാഘോഷത്തിന്റെ ഭാഗമായി വിമുക്ത ഭടന്മാർക്ക് ആശംസാ കാർഡുകൾ അയച്ച് NCC കേഡറ്റുകൾ. ഗുരുവായൂർ സത്യഗ്രഹ കവാടത്തിന് സമീപം നടന്ന പരിപാടി NCC ഓഫീസർ മേജർ PJ സ്റ്റൈൻജു ഉദ്ഘാടനം ചെയ്തു. ലഫ്റ്റനന്റ് TJ മിനി അധ്യക്ഷത വഹിച്ചു. സീനിയർ കേഡറ്റുകളായ C. ശ്രീശേഖർ, PS ഗൗരി, KS ജഗന്നാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ തൃപ്രയാറിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 450ഓളം പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. AC മൊയ്തീൻ MLA പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA KV അബ്ദുൽ ഖാദർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ MA ഹാരിസ് ബാബു, ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിനോദ്, TV ചിത്രകുമാർ, MC ദിവാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചേലക്കര എളനാടിൽ ബസ് കാത്തുനിന്നിരുന്ന സഹോദരങ്ങളെ ട്രാവലർ ഇടിച്ചു തെറിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരം. കയ്പമംഗലം കാളമുറിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. നടിയെ ആക്രമിച്ച കേസിൽ വൈകാരിക പ്രതികരണവുമായി അതിജീവിത. ആക്രമണം നടന്നപ്പോൾ പരാതിപ്പെട്ടതോ എന്റെ തെറ്റ്, ഞാൻ ഒരു സാധാരണ മനുഷ്യജീവി മാത്രമെന്നും അതിജീവിത. നവീകരണത്തിന്റെ ഭാഗമായി തൃശൂർ KSRTC റോഡ് അടച്ചിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംരക്ഷണ സമിതി ധർണ നടത്തി. ചാലക്കുടി ദേശീയപാതയിലെ കോടതി ജംഗ്ഷൻ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക്. പ്രവേശന കവാടത്തിലെ 4ഇടത്തും വീതി കുറഞ്ഞതാണ് റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരക്ക് കാരണം. ദേശസൽകൃത ബാങ്കുകളിൽ 10 വർഷത്തിലേറെ അവകാശപ്പെടാത്ത നിക്ഷേപങ്ങൾ തിരികെ നൽകുന്ന നടപടികൾക്ക് തുടക്കമായി. തൃശൂർ ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.